നമസ്കാരം. ബിഗ് ബോസിൽ ജിൻഡോ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്ത് ശരിക്കും ഒരു ഭയങ്കരമായിട്ട് താറടിച്ച ഒരാളാണ് ജിൻഡോ. കാര്യം ആ സമയത്ത് താറടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ജിൻഡോ പുറത്തു നിന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും അല്ല ഇവിടെ അകത്ത് നടക്കണമെന്നുള്ളതും ജിൻഡോൻ്റെ കുറച്ച് കാഴ്ചപ്പാടൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത്യാവശ്യം ആൾക്കാരെ കണ്ടൊരു വീഡിയോ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ജിൻഡോ അതിന് ശേഷം ജിൻഡോനെ ഇപ്പം നമ്മൾ സ്ഥാപിച്ചത് മാത്രമല്ലല്ലോ, അപ്പോൾ അതിനകത്ത് ബിഗ് ബോസ് അതിനുണ്ട് ഒരു പനിഷ്മെൻ്റൊക്കെ കൊടുക്കുകയും ചെയ്തു. ജിൻഡോയുടെ വാക്കിൽ ഉപയോഗിച്ച വാക്കുകളൊക്കെ വളരെ മോശമായിരുന്നു. ജിൻഡോയ്ക്ക് ഒരു പനിഷ്മെൻറ്റും കിട്ടി. ജയിലിൽ പോയിട്ട് വന്നു. ജിൻഡോ ആളാകെ മാറി. പോരാത്തതിന് ജിൻഡോൻ്റെ ആത്മസുഹൃത്ത്, ജയിലിൽ വെച്ചുള്ള സുഹൃത്ത്, ജയിലിൽ വെച്ചുള്ള പരിചയങ്ങളൊക്കെ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും നിൽക്കുന്നതാണ്. ഓക്കെ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അവിടെ വെച്ചുള്ള സുഹൃത്ത് എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സുഹൃത്തിനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത് പുറത്തിട്ടത്, ബിഗ് ബോസിൽ നിന്ന് പുറത്തായതും ജിൻഡോ മൊത്തത്തിൽ ജിൻഡോയുടെ ലൈഫ് ഒന്ന് ജയിലിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥ, മൊത്തം വേർപാടിൻ്റെയും സങ്കടത്തിൻ്റെയും മൊത്തത്തിൽ ഏതോ ഒരു തലങ്ങളിലാണ് കൂടി ജിൻഡോ പോയി. ജിൻഡോയുടെ മുഖത്തൊരു ഡിപ്രഷൻ ഫീൽ ഞാൻ കണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ജിൻഡോ ഭയങ്കരമായിട്ട് ചിന്തിച്ചു, ജിൻഡോയ്ക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി. ഒരു ഗെയിം, ബിഗ് ബോസ് പോലെ ഒരു ഗെയിം പ്ലാറ്റ്ഫോമിൽ എത്തിയതിൻ്റെ ഒരു എന്താ പറയുക പ്ലാനിങ്ങളൊക്കെ ജിൻഡോ നടത്താൻ തുടങ്ങി. അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ ഇപ്പോൾ ജിൻഡോയുടെ എല്ലാ വാക്കുകളിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ജിൻഡോ ഏറ്റവും എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടായിരിക്കാം ജിൻഡോ വളരെ പെട്ടെന്ന് അതുമായിട്ട് അഡ്ജസ്റ്റായി അവിടുത്തെ എല്ലാ കാര്യങ്ങളുമായിട്ട്. ജിൻഡോ ഇപ്പോൾ ഒരു ടീം, അവരുടെ ടണൽ ടീം വിജയിക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ ഒരു ഗെയിം വിജയിച്ചു, ഇന്നും വിജയിച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഇത് മാപ്പ് സെറ്റ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അതൊരു വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ജിൻഡോ അണ്ണൻ ജയിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം, എന്താണെന്നറിയില്ല. അണ്ണനോട് ഭയങ്കര ഇഷ്ടമായിപ്പോയി നമുക്ക്. അണ്ണൻ്റെ നിസ്സായാസ്യം, അണ്ണൻ്റെ ഒരു പാവമാണെന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് അണ്ണനെ ഇഷ്ടപ്പെടുത്തിയത്. പക്ഷെ അണ്ണനൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ അതും മനസ്സിലാക്കുന്നുണ്ട്. അണ്ണൻ മസിൽ മാത്രമല്ല, അണ്ണന് ബുദ്ധിയും അണ്ണന് കാര്യപ്രാപ്തിയൊക്കെ വന്നു തുടങ്ങി ഇതിനകത്ത്. എന്തായാലും ഓക്കെ, ആദ്യത്തെ കുറച്ച് മിസ്റ്റേക്കുകളെന്ന് പറയുന്നത് ബിഗ് ബോസ് പോലത്തെ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ പുറമേ നമ്മൾ കാണുന്നൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആകണം. അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ആരും അഡാപ്റ്റ് ആവുന്നു അവർക്ക് ഈ ഗെയിമിനെ കുറച്ചും കൂടി നേരത്തെ മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ സമയം കിട്ടും. അതൊക്കെ തന്നെയാണ് എൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ജിൻഡോ കുറച്ച് വൈകിട്ടില്ല, 2 ആഴ്ചയിലേ ആയുള്ളൂ. ഒരാൾ പുറത്തു പോയെന്ന് വിചാരിച്ചിട്ട് കുറേ ആഴ്ചകളായി എന്നൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ അതത്രയും കാര്യങ്ങൾ നടന്നു. പിന്നെ ഇതിനകത്തൊരു സംഭവം എനിക്ക് തോന്നിയത്, ജിൻഡോ അവിടെ പോയി ഇപ്പോൾ ഇവരൊക്കെ ഒരു ഗ്യാങ് ആയി. ഇപ്പോൾ ആദ്യമേ ഇപ്പോൾ സിജോയും ജിൻഡോയൊക്കെ തമ്മിൽ അടിപിടി കൂടിയത്, അതൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തത്, ജിൻഡോ ജയിലിൽ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ജിൻഡോ എല്ലാവരുമായിട്ടും കമ്പനിയായി കോമഡി പറയാൻ തുടങ്ങി. ഇപ്പോൾ ഇവരൊരു ടീമാണ് തോന്നുന്നത്. ജിൻഡോ, റോക്കി, സിജോ, ഋഷി, അർജുൻ, ഹൻസിബ, ഇതൊക്കെ ഒരു ടീമായിട്ട് മാറി. ഇങ്ങനെ ഒരു ടീമാകാൻ കാരണം മറ്റവരാണ്. മറ്റവരുടെ ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് ഇവർക്കെതിരെയാണ്. ഒരു ടീമും പക്കായിട്ട് ഗ്രൂപ്പുകൾ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ഒന്നിക്കുമല്ലോ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായതുപോലെ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഓട്ടോമാറ്റിക് അതൊരു ടീമായി. പക്ഷേ ഇതിനകത്ത് ഇന്നലെ നടന്ന ഇടിയുടെ കാര്യം, റോക്കി നടത്തിയ ഇടിയുടെ കാര്യം ജിൻഡോ പറയുന്നുണ്ട്, നീ ഇടിച്ചു തന്നായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇടിച്ചത് ജിൻഡോ ആൾ കൊള്ളല്ലോ, ജയിലിൽ പോയിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല, ജിൻഡോ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നീ അവിടെയിട്ട് ഇടിച്ചില്ലായിരുന്നെങ്കിൽ ആ ടേബിളിന്മേ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഐഡിയ അവർക്കിട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരെ ഇടിച്ചു പോയിന്. അതാണ് ജിമ്പന്മാർക്ക് ദേഷ്യം വരുന്നവർക്ക് അവരുടെ ഫീലിങ്സ് അറിയാവുള്ളൂ. ജിൻഡോ പറയണത് നമ്മൾ അംഗീകരിക്കണം. കാര്യം ജിൻഡോ ഒന്നും മനസ്സിലുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ജിൻഡോ നേരെ ഇടിച്ച് പൊളിക്കാറുള്ളത് അവിടെ കിടക്കുന്ന കട്ടകൾ അല്ലെങ്കിൽ ഭിത്തി ഇതൊക്കെ ആയിരിക്കണം. ജിൻഡോ താമസിക്കുന്ന സ്ഥലത്ത് ഒരു വീഡിയോ എടുക്കേണ്ട കേസുണ്ട് ശരിക്കും. അവിടെ എന്തൊക്കെയാണ് ജിൻഡോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ജിൻഡോയുടെ നിലപാടുകൾ വെച്ചിട്ട് ആ ഏരിയ മൊത്തം പണിതീരാത്ത വീട് പോലെ ആയിരിക്കും മിക്കവാറും. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിങ്ങനെ പറയുന്നു, അർജുനും സിജോയായിട്ടുള്ളൊരു നല്ലൊരു സംഭാഷണം അവിടെ നടന്നു. അത് എല്ലാ ആൾക്കാർക്കും ബിഗ് ബോസിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ പോയ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ കണ്ടൻറ്റ് അത് ഓർഗാനിക്കായിട്ട് വരുന്നതുണ്ട്, അത് പിടിച്ച് കയറുന്ന ആൾക്കാരുണ്ട്. അഖിൽമാരാർ ഒരു പരിധി വരെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഖിൽമാരാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കണ്ടൻറ്റുകൾ. അതായത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ആദ്യം ഫസ്റ്റ് അത് 2 ടൈപ്പിൽ അഖിൽമാരാർ സംസാരിക്കും. ഒന്ന് ഫസ്റ്റ് പറയുമ്പോൾ ഇച്ചിരി കൂടിപ്പോവും, അത് അങ്ങനെയെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി. അപ്പോൾ ആ കൂടിപ്പോണ സമയത്ത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ആയി, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതല്ലാന്ന് സ്ഥാപിച്ച് വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റിൽ അഖിൽമാരാർ വിജയിച്ചു. ഓക്കെ, അതിൽ ഭയങ്കര ബ്രില്യൻസ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സിജോയൊക്കെ ആ രീതിക്കൊന്നും ഇറങ്ങിത്തിരിക്കുന്ന ആളല്ലേ. ഇപ്പോൾ സിജോ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ജിൻഡോ ആയിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ സിജോയ്ക്ക് ഒരു സാധനം കിട്ടി. അതേപോലെ ഈ ഇന്നലെ നടന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ റോക്കിയുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അർജുനൊരു സ്പേസ് കിട്ടി.
ഇപ്പോൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നമ്മളെപ്പോലെ ആൾക്കാർക്ക് ഇവിടെ സർവൈവ് ചെയ്യാനെന്നുള്ളതാണ് അർജുനും സിജോയും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഉള്ള വേറെ കുറച്ച് ഇൻസിഡൻസ്, ഇപ്പോൾ രതീഷുമായിട്ടുള്ള പ്രശ്നങ്ങളും സിജോ പറഞ്ഞു. അതിനകത്ത് സിജോ ബാധിച്ചത് സിജോയ്ക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടി, ഒരു അപ്പർ ഹാൻഡ് കൊടുത്തു എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. ശരിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, സിജോൻ്റെ കണക്കുകൂട്ടലെല്ലാം കറക്റ്റ് തന്നെയാണ് അതിനത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരണം, അല്ലെങ്കിൽ നമുക്ക് മനഃപൂർവ്വമായിട്ട് ഒരാളെ പോയി തോണ്ടാൻ പറ്റിയില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. കാര്യം ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു ചളിപ്പ് പോരാടിക്കുന്ന അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സിജോ തന്നെ പറയുന്നുണ്ട് ജിൻഡോയായിട്ട് പ്രശ്നം ഉണ്ടായി, പക്ഷേ ഇപ്പോൾ ജിൻഡോയായിട്ട് ഭയങ്കര കൂട്ടാണ്, എനിക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ മുന്നിൽ പുള്ളിയോട് വെറുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇത് ഗ്രാജുവലി ഇവർ തമ്മിൽ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവർ തമ്മിലൊക്കെ ഗെയിം കളിക്കേണ്ട അവസ്ഥ വരും, പക്ഷെ അത് ഗെയിം സ്പിരിറ്റിൽ തന്നെ എടുത്തത് ചെയ്യേണ്ട അവസ്ഥ വരും എന്നുള്ളതൊക്കെ പറയും. ഇതൊക്കെ ശരിക്കും പ്രേക്ഷകർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരോട് ഇന്ന് പറയുന്നതായിട്ട്. ഇവരുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. പിന്നെ റോക്കി പൈസ, എനിക്ക് അതുണ്ട് ഇതുണ്ട്, എനിക്ക് കോടികളുണ്ട്, അച്ചാർ ബിസിനസ് ഉണ്ട്, പപ്പടം ബിസിനസ് ഉണ്ട്, പൊറോട്ട ബിസിനസ്, അല്ലെങ്കിൽ പോർഷെ, ബെൻസ്, കാറൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സിജോ പറയുന്നത് ഇത് ട്രോളായിട്ടുണ്ട്, ഒരു ഹ്യൂമർ, ഒരു ഫണ്ണി ട്രോളായിട്ടാണ് ഇത് മാറാൻ സാധ്യത. ഈ ട്രോള് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഉദയനാണ് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ വെച്ചിട്ട്, സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും എന്നുള്ളതൊക്കെ സിജോ പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. സിജോയുടെയൊക്കെ കാൽക്കുലേഷൻ അവിടെ അവർ ഒന്നും അറിയുന്നില്ലെങ്കിൽ പോലും, സമയവും ദേശവും കാലവും ഒന്നും അറിയുന്നില്ലെങ്കിൽ പോലും അവരുടെ കാൽക്കുലേഷനും പുറത്തുള്ള കാര്യങ്ങൾ അവർ ഗ്രഹിക്കുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവരായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കാൽക്കുലേഷനും. പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കാര്യം, സിജോയുടെയും ഇവരുടെ അർജുൻ്റെയൊക്കെ സംസാരം കേട്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും കണ്ടൻറ്റുകൾ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഓർഗാനിക്കായിട്ട് വരണം. അപ്പോൾ അതിൽ പിടിച്ച് അതിലെ സാധ്യതകൾ നോക്കി കയറുമ്പോഴാണ് ഒരു രസകരമാവുള്ളൂ. മനഃപൂർവ്വം കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവരെയും വെറുപ്പിച്ചതാണ് രതീഷിന് പറ്റിയത്. രതീഷിന് പ്ലാനിങ് ഇല്ലാണ്ട് പോയി. ഓക്കെ, രതീഷിൻ്റെ അത്രയും പോലും കളിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഗെയിമിൽ നിൽക്കുന്നു. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, രസകരമായിട്ട് ഭയങ്കര എൻ്റർടൈനറായിട്ടുള്ള രതീഷ് പുറത്തുപോയി. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ബൈ.